ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള 4 കാറ്റഗറിയിലുള്ള ആൾക്കാരെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് കാറ്റഗറി ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റീവ്സ് മാത്രം കാണുന്ന, നെഗറ്റീവ്സ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. നന്മകളൊന്നും അവർ കാണില്ല. മറ്റുള്ള കുറ്റം കാണുക, കുറ്റം പറയുക, ഇങ്ങനെയുള്ള കാറ്റഗറി ആൾക്കാർ. ഇവരെ നമുക്ക് നന്നാക്കാനേ പറ്റില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഇവരെ നമ്മൾ ഇഗ്നോർ ചെയ്യുക. ഒരു ചെവിയിൽ നിന്ന് കയറ്റി അടുത്ത ചെവിയിലോട്ട് കളയുക അവർ പറയുന്ന കാര്യങ്ങൾ. രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ കാണുന്നതെന്ന് വെച്ചാൽ നെഗറ്റീവ്സും പോസിറ്റീവ്സും കാണും, പക്ഷേ അവർ നെഗറ്റീവ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പോസിറ്റീവ്സ് അവർ അപ്പാടെ അങ്ങ് മറക്കും. അപ്പോൾ അങ്ങനെ നെഗറ്റീവ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് നമ്മുടെ ചുറ്റും. അവർ മറ്റുള്ളവരെ പറ്റി കുറ്റങ്ങൾ മാത്രമാണ് നോക്കുന്നത്, അവർ ചെയ്യുന്ന നന്മകളൊന്നും കാണാറില്ല. തേർഡ് കാറ്റഗറി ആൾക്കാരെന്ന് വെച്ചാൽ നെഗറ്റീവ്സും പോസിറ്റീവ്സും അവർ കാണും, പക്ഷെ ഇത് രണ്ടും അവരെ എഫക്റ്റ് ചെയ്യില്ല വലുതായിട്ട്. എല്ലാം ഒരു ന്യൂട്രൽ രീതിയിലാണ് അവരെടുക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർ വളരെ ചുരുക്കമാണ് നമ്മുടെ സൊസൈറ്റിയിൽ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ സൊസൈറ്റിയായിട്ട് മൊത്തത്തിൽ ഒരു ഡിസ്കണക്റ്റഡ് ആയിരിക്കും അവർ. ഫോർത്ത് കാറ്റഗറി ആൾക്കാരാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആൾക്കാർ. അവരെന്ന് പറഞ്ഞാൽ നെഗറ്റീവ്സും പോസിറ്റീവ്സ് കണ്ടാലും അവർ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോസിറ്റീവ്സിനാണ്. നെഗറ്റീവ്സ് അവർ കംപ്ലീറ്റ് ഇഗ്നോർ ചെയ്ത് നെഗ്ലക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അങ്ങനെയുള്ള ആൾക്കാർ അവർ ശരിക്കും സക്സസ്ഫുൾ ആയിരിക്കും ലൈഫിൽ. അവർക്ക് റിലേഷൻഷിപ്സ് മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ബൈ ബൈ.